ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വിലക്സ്. ഞാനും റിഹാനയും റിസാനും ലൂഡോ കളിക്കാൻ പോവാണ്. ഓക്കെ, ഞങ്ങൾ ലൂഡോ കളിക്കും. ഇത് ലോഡിങ് ആണ് ഇപ്പം. ഓക്കെ ഓക്കെ നമ്മൾ ലൂഡോ വന്നിട്ടുണ്ട്. ഓക്കെ 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 നമ്മൾ ലാസ്റ്റ് എത്താൻ തരുന്നുണ്ട്. ഓക്കെ ഓക്കെ 3 പ്ലേയേഴ്സാണ്. ഓക്കെ നമുക്കിപ്പോൾ ഞാൻ എല്ലാം ആണ് നിൽക്കുന്നത്, ബാക്കി എല്ലാ കളറും അവർക്കാണ്. ഓക്കെ ഞാൻ പൈസൊക്കെ ചെയ്യുന്നുണ്ട്. പേരെല്ലാവരും അടിക്കാം. അപ്പം ബ്ലൂ റിസാനാണ്. ഓക്കെ റിസാൻ്റെ പേര് വെച്ചിട്ടുണ്ട്. ഓക്കെ പ്ലെയർ 2 റിഹാനാണ്. പ്ലെയർ 3 ഞാനാണ്. പക്ഷേ ഞാൻ റിഹാനയുടെ പേരടിക്കാൻ പോകുന്നു. റിഹാനാന്ന് വെച്ചിട്ടുണ്ട്. പ്ലെയർ 3 ഞാനാണ്. ഞാൻ കളിക്കാൻ പോകുന്നത്. ഓക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ നമുക്ക് പ്ലേ കൊടുക്കാം. ഓക്കെ കളി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാനാണ്. ഓക്കെ ഞാൻ ഡൈസ് ഇട്ട് കഴിഞ്ഞ് 3 എത്തിയ. ഓ ശേ ഗൈസ്, എല്ലാവർക്കും 3 കിട്ടുന്നത്. ആരും ഇടുന്ന ലക്ഷണമില്ല. കളിക്കുന്നവരെപ്പോഴും കളി കിട്ടും ഗൈസ്. അടുത്താണ് എന്തോ ഗൈസ്, എനിക്ക് ലക്കാണോ ഗൈസ്? എന്താ എനിക്ക് അൺലക്കാ ഗൈസ്. 2 അടുപ്പിച്ചിറങ്ങി ഗൈസ്. ഓക്കെ ഞാനാണ്. എന്തോ ഗൈസ്, ഞാൻ അൺലക്കിയാണ്. അൺലക്കി എന്താ അതിനെനിക്ക് പറ്റിയതറിയാം ഗൈസ്. അതാ അല്ലെങ്കിൽ ഫസ്റ്റ് ഇറങ്ങുന്നത് അതിനാണെങ്കിൽ ഞങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഇറങ്ങുന്നത്. എന്താ പറ്റി ഗൈസ് എനിക്ക്? അല്ല ഗൈസ് ഇങ്ങെന്താ പറ്റി? ഒന്നും എനിക്കാണെങ്കിൽ ഒന്നും ഞാൻ കാത്തിരിക്കും. അതുകൊണ്ട് എനിക്കൊന്നും വീഴുന്നതുമില്ല. ആ ഗൈസ് എനിക്കാണെങ്കിൽ 6 ഞാൻ കാത്തിരിക്കാം. 6 ഒരു 1 പിന്നെ ചുമ്മാ വീഴുന്നത് ഗൈസ്. എന്താ അടുത്ത് ഇറക്കി ഗൈസ്. എന്താ ചെയ്യാനല്ല അടിക്കുന്നു. ഞാൻ വരുന്നതോട് ഇറക്കുവാണെങ്കിൽ ഞാൻ ഇനി ഒരെണ്ണം കൂടി ഇറക്കണം ഗൈസ്. എനിക്ക് മഴയാണെങ്കിൽ വെട്ടി കളിക്കാൻ പറ്റും ഗൈസ്. അതാ ഗൈസ് സേഫ് വെച്ചിട്ടുണ്ട്. റിസാല്ലേ അവൻ്റെ സേഫി വെച്ചേക്കുക. എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്. ആ സേഫി എല്ലാം കയറ്റി വെച്ചിട്ട് അവസാനം കൊണ്ടുപോയി എല്ലാം കയറ്റും. ഓക്കെ ഈ കളിയിലെ ട്രിക്ക് അടക്കത്തില്ലെന്നാ തോന്നുന്നത് ഗൈസ്. എല്ലാവരും എൻ്റെ ട്രിക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അതേ ഗൈസ്, ഇത് പോയി ഗൈസ്. ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ആ പോക്കാണ് ഗൈസ്. നമുക്കൊരു 4 കിട്ടിയ അടുത്തൊരു പണി ചെയ്യാം ഗൈസ്. ഒരു 5 ഗൈസ്. എന്താ ഞാൻ അനക്കും? എന്താ അനക്കാം ഗൈസ്? ഇല്ല എൻ്റെ പോവാ ഗൈസ്. ഞാൻ പിന്നെ വിട്ട് ഗൈസ് 6 ഇട്ട് ഇറക്കി. ഞാൻ ഇറക്കം കയറ്റും ഗൈസ്. ഞാൻ എൻ്റെ ചരിത്രം റിഹാനൊക്കെ ചുമ്മാ ആണ് ഗൈസ്. ഞാൻ കയറ്റാറുമായിട്ടുണ്ട്. അത് നമ്മളെങ്ങനെയെങ്കിലും വെട്ടിക്കളയണം. അതാ ഗൈസ്. എന്താ ഗൈസ് എനിക്ക് ഒരു 6 പോലും വീഴുന്നില്ലല്ലേ? ഗൈസ് അടുത്തതെന്നാവും പോകുന്നു ഗൈസ്. ഞാൻ രക്ഷപ്പെട്ട് ഗൈസ്. ഓടിപ്പറന്നാണ് റിഹാന വരുന്നത്. അതിനാണ് വെട്ടാൻ എന്നെ വെട്ടാനാണ് ഗൈസ് ഓടിപ്പറയുന്ന റിഹാന. ഒരാളെയും കൂടി ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അവർക്ക് ഞാൻ വണ്ടി എടുത്തോണ്ട് പറന്നിട്ടുണ്ട്. ഞാൻ പറക്കട്ട് ഗൈസ്. ആദ്യം ഇതെടുത്തോണ്ട് അല്ലെങ്കിൽ എനിക്ക് ഓടാൻ പറ്റും ഗൈസ്. നമുക്ക് റിഹാനെ ഒന്ന് വെട്ടാൻ ഗൈസ്. കുറെ നേരം കൂടെ 6 ഇട്ട് പോകുന്നു ഗൈസ്. ഞാൻ വെട്ടാനും ഇറക്കി വെച്ചേക്കുന്നത്. 2 ഇറക്കി വെച്ചേക്കുന്നു ഗൈസ്. ഇതെന്താ ചെയ്യാനാ? ഓക്കെ നമ്മുടെ ഞാൻ എപ്പോഴും ഒരെണ്ണയെ കൊണ്ടുപോകത്തുള്ളൂ. വേറെ ഒന്നും നോക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ഒരെണ്ണം കൊണ്ടുപോയാൽ പിന്നെ ഒരെണ്ണം കൂടി കൊണ്ടുപോകാമല്ലോ ഗൈസ്. നമുക്ക് പിന്നെ ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഗൈസ്. എന്തൊരു കഷ്ടം ഈ റിഹാന. അതാ ഗൈസ് ഈ റിസാൻ്റെ കൈകളിലാണ്. ഇല്ല ഞാൻ മിക്കവാറും റിഹാനയുടെ കൈ കൊണ്ട് പോകുമെന്ന് തോന്നുന്നു. നമുക്കൊരൊന്ന് കുറഞ്ഞു പോയി ഗൈസ്. അതാണ് പ്രശ്നം പറ്റിയത്. റിഹാനെ കോംപ്ലിക്കേറ്റഡ്. പക്ഷേ 3 ഗൈസ് കിട്ടിയ അല്ലെങ്കിൽ തീർക്കായിരുന്നു. എനിക്ക് ഒരു 6 ഇട്ടാലും കിടിലായിട്ട് ഒരു വെട്ടം ഇട്ടായിരുന്നു. പിന്നെ ചാൻസ് ഒരു 6. എനിക്കൊരു 5 ഗൈസ്. പക്ഷേ 3ന്റെ കലച്ച
നിർസോന ഗൈസ് ഞാൻ പോയി നിർസോന്റെ കൈകളില്ല ഞാൻ അടുത്ത വരാൻ പോകുന്നത്. എനിക്കിനി ഒരു 6 പക്ഷേ കിട്ടി. എനിക്ക് ഇറക്കാൻ റിഹാനെ കയറ്റാൻ സമ്മതിക്കണ്ടല്ലേ? നിന്റെ ഇഷ്ടം. അവിടെ എൻ്റെ ഇഷ്ടം. ഓക്കെ എന്താന്ന് വെച്ചാൽ ഞാൻ എന്തായാലും വെട്ടാതെ കളിക്കത്തില്ലെന്ന് പറഞ്ഞാണ് കളിക്കുന്നത്. ആദ്യ വെട്ടോടെ ഞാൻ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം അങ്ങ് വെട്ടി കളിക്കാൻ എനിക്കൊരു തോന്നുന്നത്. ഓ ഗൈസ് ഞാൻ കേട്ടിരിക്കുന്നു. രണ്ട് ഗൈസ്. ഓക്കെ നമ്മളെ റിഹാന കുട്ടിയുടെ പിന്നെ ഇറക്കുന്നു ഗൈസ്. ഇതാണ് ഞങ്ങൾക്ക് വിഷമം. ബുദ്ധിപൂർവമായിട്ട് കളിക്കാന്നേ ഉള്ളു. എൻ്റെ പൊന്നെ അതിലൊന്നും കേറ്റാറായിട്ടുണ്ടോ? ആദ്യമായിട്ട് ഞാൻ അങ്ങനെ കയറ്റാറായിട്ടുള്ളത്. 2 ആറ് അടിച്ചിട്ടാണ് വീണ്ടിരിക്കുന്നത് റിഹാനത്. നമ്മളത് വെട്ടാന്ന് വിചാരിച്ചിരുന്ന. അയ്യോ ഞാൻ ഇവിടുന്ന് പോട്ട് ഇറക്കണോ വേണ്ടയോ? ഇറക്കി വെച്ചേക്കാം. ഞാൻ എന്താ കളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതാ എനിക്ക് പറഞ്ഞൂടാ ഗൈസ്. എന്തായാലും ഞാൻ സേഫ് വെച്ചിട്ടുണ്ട്. റിഹാന വരുന്നതിന് മുമ്പേ കയറ്റാൻ നോക്കണം എനിക്ക്. സേഫിലല്ലേ? ഓക്കെ ഇനി ഒന്ന് ഇട്ടാ ഞാൻ കാത്തിരിക്കണം ഗൈസ്. ഓക്കെ ഞങ്ങൾ റിസം കയറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ മുമ്പ് പറഞ്ഞ ഫസ്റ്റ് റിഹാന കൊന്നാണ് ഗൈസ്. ഒന്നൊന്നായിട്ടിരിക്കുന്ന വീണ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഓക്കെ ഞാൻ ഞങ്ങൾക്ക് പിന്നെ നോക്കുക ഗൈസ്. ഇതെന്തൊരു കഷ്ടമാണ്. രക്ഷപ്പെട്ട ഗൈസ്. റിഹാന ആറിട്ടാ പോകുന്നത്. പിന്നെ രക്ഷപ്പെട്ടു ഗൈസ്. ഓ പിന്നെയും പോകാം ഗൈസ്. ഓ ഗൈസ് പിന്നെ രക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഭാഗ്യമുണ്ടോ? അടുത്ത സേഫി എനിക്ക് ഭാഗ്യമുണ്ടോന്ന്. ഓ അതെനിക്ക് ഭയങ്കര ഭാഗ്യമായിരുന്നു. ഓക്കെ എന്നാ കഴിച്ച് എനിക്ക് ഇന്നെങ്ങാനും ഒന്നും ഇല്ലയോ ഗൈസ്. ഞാൻ എങ്ങനെയെങ്കിലും ഓടട്ട് ഗൈസ്. നേരത്തെ തണക്ക് റിഹാനെ വെട്ടാൻ വേണ്ടി നമ്മൾ വരുവാണ്. ഞാനത് എങ്ങനെ അനക്കൂന്നാണ് തോന്നുന്നു. ഓക്കെ റിസ് തന്നെ വെട്ടുമെന്ന് തോന്നുന്നു ഗൈസ്. ജസ്റ്റ് ഗൈസ്. റിഹാന 2 ഇട്ട് പോവാൻ പോവുകയാണ്. ഏതെനക്കും അപ്പൊ റിസാന്റെ കൈകളി ഞാൻ 2 പടയാൾ. എന്താ ഗൈസ് എനിക്ക് ഇങ്ങനെ? അയ്യോ അതിനാണ് നീ എന്ത് പൊട്ടത്തരാടാ കാണിച്ചത്. കേട്ടാൻ കിട്ടിയിട്ട് പോലെ കണ്ടില്ല ഗൈസ്. അത് ഞാൻ കണ്ടില്ല. ഇതാണ് പൊട്ടത്തര കളി എന്ന് പറയുന്നത്. പൊട്ടത്തര കളി. എന്താ ഗൈസ് ഞാൻ അങ്ങനെ ചെയ്തത്? ഗൈസ് ഞാൻ ഇങ്ങനെ സേഫ് ചെയ്തിട്ടുണ്ട്. മണിക്കൂർ അത് ഇരുന്നോളാം അവിടെ. എന്താ ഗൈസ് ഞാൻ അവസരം കിട്ടിയിട്ട് പോലും ഇങ്ങനെ. ഓക്കെ ഉപയോഗിച്ച് കളിച്ച എന്തും ചെയ്യാമെന്നാണ്. ഫസ്റ്റ് ഇറക്കിയ ഒരെണ്ണം അത് തന്നെ കണ്ട് കയറ്റുകയും ചെയ്ത് അടുത്തത് കയറ്റാറും ആക്കിയിട്ടുണ്ട് ഞാൻ. ഓക്കെ കഴിഞ്ഞ കളി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞൊരു വീഡിയോ ഇടാൻ വേണ്ടി ഞങ്ങൾ പറ്റിയില്ല. അതിനു മുമ്പ് ഞങ്ങൾ നമ്മൾ രാത്രി ഒന്ന് കളിച്ചു നോക്കിയായിരുന്നേ. അപ്പം എല്ലാവരും പറഞ്ഞു ഫസ്റ്റ് ഇറക്കുന്ന ആള് വെട്ടിക്കയറിക്കോളും, സംശയം. ആദ്യത്തെ ഞങ്ങൾ കളിക്കാൻ നേരം കുറെ ഇതായി പോയി. അതാണ് ഞങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ ഇടാൻ പറ്റാൻ. ഞങ്ങൾ രാത്രിയാണ് കളിച്ചത്, അതുകൊണ്ടാണ് ഇരുട്ടൊക്കെ ആയിരുന്നു. ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി കരുതിയിരുന്നതാണ്. കുറേ പ്രശ്നങ്ങൾ കാരണം ഇടാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും പറയുന്നത് ആദ്യമേ ഇറക്കുന്ന ആൾക്ക് കയറ്റാൻ പറ്റത്തില്ലെന്നാണ്. ശേഷം കയറ്റിയിട്ടൊക്കെ ഉണ്ട് ഗൈസ്. അയ്യോ ഞാൻ പൂട്ട് കഴിച്ചു, അല്ലെങ്കിൽ എൻ്റെ പണി തീരും ഗൈസ്. എന്തായാലും പക്ഷെ നമ്മൾ അതിനെ വിടണോ എന്നൊരു സംശയം. അത് വേണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എൻ്റെ മനസ്സ് പലതും പറയും, കേൾക്കണം. പിറകെ അടിക്കാൻ ഗൈസ്. അയ്യോ ഞാൻ വിട്ടു പോട്ട്. ഓ റിഹാനെ കടന്നിരിക്കുന്നു ഗൈസ്. അതിനാനെ 2 കിട്ടിയ 5 പൈസ സേഫി കിട്ടും. ഓ ഇനി എനിക്ക് എന്താ ചെയ്യണോ അറിയാൻ ഗൈസ്. ഇതങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. എനിക്കായിരുന്നെങ്കിൽ പണി കിട്ടത്തില്ലായിരുന്നു ഗൈസ്. റിഹാനെ ആരെങ്കിലും വെട്ടിക്കയറ്റിയായിരുന്നു ഗൈസ്. ഞാൻ എന്നെ കൊണ്ട് കിടക്കത്തോന്നാന്ന് തോന്നുന്നത്. റിഹാനയുടെ പിറകെ വിട്ടടിക്കുക വണ്ടി എടുത്തോണ്ട്. ഞാൻ 3 കഷ്ടപ്പെട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. അതെങ്ങനെയെങ്കിലും
അപ്പുറത്തൊക്കെ എടുത്തൊക്കെയായിരുന്നു. പക്ഷേ പൊട്ടത്തരാണോ നീ കാണിച്ചത്? നീ മഹാപൊട്ടത്തരം കാണിച്ചു. കുഴപ്പമില്ല, അത് കൊണ്ടുപോയി കയറ്റണം, അല്ലെങ്കിൽ അവൻ്റെ ഉമ്മി തന്നെ എന്താ ഗൈസ് ചെയ്താ? 1 2 3 ഞാൻ ഇവിടെ എത്തിയുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് എന്നെക്കുന്നില്ല ഗൈസ്. ഓക്കെ, ഞാൻ ഒരെണ്ണം സേഫി കയറ്റിയിട്ടുണ്ട്. ഇത് കൊണ്ടുപോവാ. റിഹാനയുടെ പിറകെ ഇട്ടടിക്കാം. ഇതങ്ങനെ അടുത്ത സേഫിലോട്ട് രക്ഷപ്പെട്ടു. ഞാൻ റിഹാനയുടെ പിറകെ വിട്ടടിക്കുകയാണ്. പക്ഷേ റിഹാന അങ്ങ് പോയി ഗൈസ്. എനിക്ക് 6 കിട്ടിയ റിഹാന വെട്ടാന്നുള്ളത്. റിഹാന പോവും. റിഹാന പോയി ഗൈസ്. നമ്മളെ കയ്യിൽ വഴുതി പോയി റിഹാന. ഇനി നമ്മൾ റിഹാനെ വഴുക സമ്മതിക്കത്തില്ല ഗൈസ്. അതാ ഗൈസ് അടുത്തതൊക്കെ എത്തിയിരിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ് ഇനി കേട്ടാതിരിക്കുന്നത്. ഞാൻ മാത്രം. 3 കിട്ടിയാൽ എനിക്ക് കയറ്റാൻ പറ്റും ഗൈസ്. എനിക്കെങ്കിൽ 3 കിട്ടിയാൽ കളി പറഞ്ഞത് നേരാന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ കളി തോക്കുന്നാണ് തോന്നുന്നത്. അതാ ഗൈസ്, റിസാൻ തോക്കുന്നാണ് റിസാന്റെ മനസ്സ് പറയുന്നത്. അടുത്ത സേഫിലോട്ട് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. 1 മണിക്കൂർ ഡെയിലി അരകത്തോളതാണ് റിസാന്റെ വിശ്വാസം. ഓക്കെ, എനിക്ക് 5 കിട്ടി. ആരെങ്കിലും വെട്ടിക്കളയണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഫസ്റ്റ് ഞങ്ങൾ രാത്രി കളിച്ചപ്പോൾ എന്നെ മൊത്തം വെട്ടിക്കയറ്റി എല്ലാവരും എന്നെ ലോസ് ആക്കിയ ഗൈസ്. അതാണ് എനിക്ക് പറ്റിയ മഹാപ്രശ്നം. അയ്യോ, അതിന് 3ാമത്തെ കയറ്റാറായിട്ടുണ്ട് ഗൈസ്. നമ്മളെ വഴുതി പോവാതെയാണ് ഞങ്ങൾ നോക്കുന്നത്. വഴുതി പോയാൽ നമ്മളെ കയ്യിൽ നിന്ന് അതിനകത്ത് നമ്മളെ പൊട്ടിച്ചിടും അതിനാണ്. റിഹാനൊക്കെ കഴിഞ്ഞില്ല ഗൈസ്. നീ നമ്മൾ അതിനെ വിടരുതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ സേഫ് സോണിൽ കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി എനിക്ക് ഒരു രക്ഷയുണ്ട്. 5 വയസ്സിന് പോക്ക് ഗൈസ്. എനിക്ക് സോറി നമുക്ക് റിഹാന കളിക്കാൻ. ഓക്കെ, പോയി ഗൈസ്. അത് പോയി. അടുത്ത നമ്മൾ അതിനായി വെട്ടി കാളനായിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്കതാ ദേഷ്യം വന്നു. കഴിഞ്ഞ കളി എന്നെ വെട്ടിയായിരുന്നു. അതാ റിസ ഇങ്ങനെ കഴിഞ്ഞ കളി എന്നെ വെട്ടി ലോസ് ആക്കിയത്. അതുപോലെ ഞാൻ ഇന്നത്തെ ലോസർ അതിനാണ് അതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ ഞാൻ വെട്ടിക്കയറ്റുന്ന തീരുമാനത്തിലാണ് ഗൈസ് കളിക്കുന്നത്. ഇങ്ങനെ ഇത് അനങ്ങാതെ വേണോ നിനക്ക്? അതിനാണ് റിഹാന പറത്തിയടിക്കുവാണ് ഗൈസ് വണ്ടി എടുത്തോണ്ട്. അല്ലെങ്കിൽ അതിനാണ് വെട്ടാൻ പറ്റും. അതിനാണ് 6 കിട്ടി ഗൈസ്. ഞാൻ വീണ്ടും അതിനാണ് വിടത്തില്ല ഗൈസ്. ഞാൻ അതിനാണ് വെട്ടിയാൽ ഇറക്കി ഗൈസ്. വെട്ടും ഗൈസ് റിഹാന വലിയ കാര്യത്തിൽ. അതിനെ 2 എണ്ണം കൊണ്ട് കയറ്റാറായിട്ടുണ്ട് ഗൈസ്. തോക്കാതിരിക്കണമെങ്കിൽ 3 അതിനാണ് റിഹാന രക്ഷപ്പെട്ടിരിക്കും. എങ്ങനെയെങ്കിലും ഇത് കയറ്റിട്ട് എനിക്ക് അങ്ങനെയാണ് എൻ്റെ വാശി പറയുന്നത്. റിഹാന 2 എണ്ണം കയറ്റി ഗൈസ്. എങ്ങനെയാന്ന് അറിഞ്ഞൂടെ എനിക്ക്. പക്ഷെ ഞാൻ എന്തായാലും സേഫാണ്. ഓക്കെ, 3 പോയി ഗൈസ്. ഇനിയിപ്പോൾ എനിക്ക് സുഖമായിട്ട് 2 എണ്ണം കൊണ്ട് കയറ്റാം. എനിക്ക് സുഖമായിട്ട് ഗൈസ്. അതിനാണ് അങ്ങനെ എല്ലാം പറയുന്നത്. അതിനാണ് ഞങ്ങൾ എല്ലാം കൊണ്ട് കയറ്റൂന്നാണ് ഗൈസ് പറയുന്നത്. നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്. അങ്ങനെ 2 എണ്ണമാണ് കൊണ്ടുപോകുന്നത്. ഞാൻ എന്തായാലും അതിൻ്റെ പിറകെ അടിച്ച് എന്തായാലും വെട്ടൂന്നാണ്. അയ്യോ, റിസ എന്തായാലും ഗൈസ് ഞാൻ മറന്നുപോയി ഗൈസ്. അതായത് ഞാൻ പെട്ടെന്ന് പോകണം എന്തായാലും. എനിക്ക് 6 ഞാൻ പറക്കാണ് ഗൈസ്. അത് സേഫി കയറ്റി. എനിക്ക് 2 3 6 വീണാലേ ഗൈസ് എന്നെ കളിയുള്ളു ഗൈസ്. ആരെങ്കിലും ഒന്ന് വെട്ടിക്കയറ്റിയായിരുന്നെങ്കിൽ കൊള്ളാം ഗൈസ്. അതിനാണ് റിഹാനയുടെ പിറകെ വിട്ടിരിക്കുകയാണ് ഗൈസ്. ചിലപ്പോൾ വെട്ടാൻ പറ്റും. പോയി ഗൈസ്. 3 മിനിറ്റ് റിഹാന 4 റിഹാനക്ക് ഭാഗ്യവശാൽ കിട്ടിയേക്കുന്ന ഭാഗ്യം അല്ലാത്ത വിഷയം കേട്ടത്. ഞാൻ 2 ഇട്ട് പോകുന്നുണ്ട്. ഞാൻ എന്തായാലും സേഫ് സോണിലായിരുന്നു ഇരിക്കുന്നത്. വേഗം 6 ഇട്ടങ്ങ് പോയാൽ മതി ഗൈസ്. എനിക്ക് ഓക്കെ, അടുത്ത സേഫ് സോണിൽ കയറ്റി. എന്താ ഗൈസ് സേഫ് സോണാണ്. ഓക്കെ, ഞാൻ ഇവിടുന്ന് പറക്കണമല്ലോ ഇനി. റിഹാന പറയുന്നു ഗൈസ്. ഇനിയിപ്പോൾ റിസ്വാൻ്റെ കളില്ല. അടേ എൻ്റെ കളി എടുത്ത് കളിക്കുന്നു ഗൈസ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ കയറ്റിയല്ലോ. ഓക്കെ, റിസ്വാൻ 2. ഓക്കെ ഞാൻ അതിനാണ് എന്താ ചെയ്യുന്നതാണ് ഗൈസ് നോക്കണ്ടുള്ളത്. ഞാൻ
പൂട്ടി വെച്ചിരിക്കുക guys. 1 2 3 ഇനി അവനെ പൂട്ടി വെച്ചിരിക്കുക guys. ഞാൻ തോറ്റാലും കുഴപ്പമില്ല, അവൻ ഞാൻ പൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ റിഹാന 4 എണ്ണം കേട്ടറിയ ഗൈസ്. എന്താ ഗൈസ് രക്ഷപ്പെട്ട റിസ്വാൻ. അയ്യോ ഗൈസ് അത് പോയി ഗൈസ്. ശരി കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവച്ചിരുന്ന ഗൈസ്. ഇന്നത്തെ ലോസർ ഞാനായിരിക്കും ഗൈസ്. അങ്ങനെ പറയരുത്. ആഹാ ഞാൻ ഇങ്ങനെ വന്നയാ. ഒരു 2-6 അടിച്ച് വീണായിരുന്നു എനിക്ക് എത്ര ഗൈസ്. ഓയ്യോ ഗൈസ് അതിനാണ് കേട്ടുള്ള വിധി എനിക്കില്ല ഗൈസ്. ഗൈസ് 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 എനിക്ക് എങ്ങനെയെങ്കിലും അത് ഞാനൊന്ന് വെട്ടണം ഗൈസ്. ഒന്നിനു വേണ്ടി കിടന്നും പിടയ്ക്കുന്ന ഗൈസ്. അതാ 3 കയറ്റി വെച്ചേക്കാ. അതാ ഞാൻ ഒന്നിനു വേണ്ടി പിടയ്ക്കുന്ന. ഇനി എല്ലാവർക്കും കാണാം. 2 കയറ്റി നോക്കി ശേഷം ഇതിന് കളിയില്ലെന്നാണ് റിസ്വാൻ പോകുന്നു ഗൈസ്. എനിക്ക് പേടിയൊന്ന് ഗൈസ്. ഞാൻ കേട്ടിട്ട് എല്ലാരും കേട്ടാവുന്നതാണ് എന്റെ എനിക്കിത് തോന്നുന്നു. ഞാൻ തോക്കല്ലേ ഗൈസ് ഞാനാ തീർക്കാൻ പോകുന്നത് എന്തായാലും. ഇനി ഞാൻ ഒന്നിന് മുക്കേണ്ടി വരും ഗൈസ്. അയ്യോ ഗൈസ് ഞാൻ തോക്കോ ഇല്ല. എനിക്ക് പേടിയാവുന്നു ഗൈസ്. അയ്യോ 3 ഞാൻ തോറ്റിരിക്കുന്നു. നമുക്ക് റീപ്ലേ എടുക്കാം. റീപ്ലേ എന്നതിന് റിസ്വാനെ ഗൈസ് ഈ കളി ഇവിടെ വെച്ച് നിർത്തിയാണ്. ഇനി അടുത്ത ലൂഡോ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ.